മാർബിൾ ടോപ്പിലുള്ള ഒരുപാട് വെറൈറ്റീസ് അതേമാതിരി ചെയറുകൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നിങ്ങൾക്ക് അത്യാവശ്യം തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരുപാട് പ്രീമിയം ക്വാളിറ്റി നമ്മൾ അഫോർഡബിൾ പ്രൈസിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. നമ്മളെ കാറിലൊക്കെ മറിച്ചിരുന്ന വില 20,000 ഒക്കെ വരുന്നതാണ്. 16,000 രൂപ കൊടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത സാധനമാണ്. 5,800 6,000 ആണ് ഇതിന്റെ പ്രൈസ്. 4,000 രൂപ കൊടുക്കുക. 33 കൊടുക്കുക. 33,000 രൂപയ്ക്ക് 311 3+11 അല്ലേ? ഇതാണ് അതിന്റെ ഡിസൈൻ. ഹാൻഡിലിന്റെ ഒക്കെ സൈസ് കണ്ടില്ലേ? നല്ല ഹെവി ആയിട്ട് ചെയ്താ. ഇതിന് ഗണേശ എന്ന് പറയുന്നത് ഗണേശ 23,000 രൂപയ്ക്ക് ഫുൾ റൂം സെറ്റ്. 5,500 2,500 രൂപയ്ക്കാണ് സിംഗിൾ സീറ്റ് സോഫ കൊടുക്കുക. 15,000 രൂപ റേറ്റ് വരുന്നത്. അത് പകുതി പൈസ കൊടുക്കും. ബെൽറ്റ് ഒക്കെ കണ്ടില്ല, നല്ല ഹെവി സ്ട്രോങ്ങിലാണ്. ഒന്നും സംഭവിക്കില്ല. പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഇത്. കെയിൻ വെച്ചിട്ടാണ് ഇതിന്റെ ഫിനിഷിംഗ്. ബെസ്റ്റ് പ്രൈസ്. അതില്ലാതെ നോർമൽ ആണെങ്കിൽ 8,500 കൊടുക്കാം. 8,500 ഫുൾ തേക്കില്. റൗണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വുഡ് വേസ്റ്റ് വരും. 22 ആണ് വരുന്നത്. ഒരു 18 രൂപ കൊടുക്കും. ഒന്ന് വാങ്ങിയിട്ട് ഇതിന്റെ കൂടെ ഒന്നുകൂടി ഇതേമാതിരി തന്നെ കൊടുക്കും. സെയിം കൊടുക്കാം. അതേമാതിരി സ്പ്രിംഗിലാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഫിനിഷിംഗില് 27 രൂപ വരുന്നതാണ്. 24 കൊടുക്കുന്നത്. 16,900 ടേബിളിന് റേറ്റ് ഉള്ള 9,900 കൊടുക്കാം. 9,900 വി ടേബിൾ ഇപ്പൊ സ്ഥിരമായിട്ട് പോകുന്ന മാർബിൾ ടോപ്പ് 6 സീറ്റർ ഡൈനിങ് ടേബിൾ 2,500 രൂപ കൊടുക്കാം. 2,500 രൂപ കൊടുക്കും. ആടട്ടെ, എല്ലാവരും ആടട്ടെ. എന്ത് സാധനമാണെങ്കിൽ ചെയർസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റും. സ്റ്റോക്ക് ഒക്കെ ഇഷ്ടം പോലെ. ഓർക്കിഡിന്റെ ചെറിയ ഡിസൈന് വ്യത്യാസം ഉണ്ടല്ലേ? ഒരു കള്ളത്തരമില്ല. മരങ്ങളൊക്കെ ഫ്രെയിം എന്തെങ്കിലും കാണാം. അല്ല, പൊതുവെ കളവ് അടക്കലെന്ന് പറയാറുണ്ട്. അല്ല, അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഫാക്ടറി വന്ന് സന്ദർശിച്ച് സാധനം നോക്കിയിട്ട് എടുത്താൽ മതി. ഇത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരാണ്. കോഴിക്കോട് നിന്ന് മാവൂർ റോഡിലേക്ക് വരുമ്പോൾ കുറ്റിക്കാട്ടൂർ ടൗൺ എത്തുമ്പോൾ ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡില്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരില്ല. മൻഹയിൽ ഒരുപാട് ഓഫർ നടക്കുന്നുണ്ട്. അപ്പം മോസിനോടും ഫൈജാസിനോടൊക്കെ ചോദിക്കാം. ആദ്യം മോസിനെ പരിചയപ്പെടാം. ഈ മൈക്ക് നോക്കട്ടെ. വലിയ ഷോറൂം ആക്കിയിട്ടില്ലേ? വലിയ ഷോറൂം ആക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മള് ആദ്യം ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഈ ഒരു മതിലും വരെ ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയി ഇരട്ടി 3 ഇരട്ടിയാണോ കൂടി കൂടിയിട്ടുണ്ടാവും. ഈ ഫ്ലോർ മുഴുവനും സോഫ ആക്കിയില്ലേ? ഫുള്ള് സോഫ. പുതിയ പുതിയ മോഡലുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എല്ലാ ഐറ്റം ഉൾപ്പെടുത്തിക്കുന്നല്ലേ? കുറച്ച് പ്രീമിയം സാധനമാണുള്ളത്. വില കുറഞ്ഞ സാധനമായിട്ട് ഓഫറിൽ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ വില കുറച്ചുള്ള സാധനങ്ങളല്ല കേട്ടോ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. പ്രീമിയം സാധനങ്ങൾ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓഫർ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. മോസിന് കുറച്ച് തിരക്കായതുകൊണ്ടാണ് മോസിനെ ഫ്രീ ആക്കി വിടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഫൈജാസ് ആയിട്ട് വീഡിയോ എടുക്കാം. അപ്പൊ നമ്മൾ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരൊക്കെ എന്താക്കുക, നല്ല പൊട്ടിച്ച് ഓഫർ അടിപൊളിയായി കൊടുത്തു. ഒന്ന് നോക്കണം. പ്രീമിയം സാധനമായിരിക്കും ഇവിടെ ഉണ്ടാവാ. അപ്പൊ ഞാൻ കാണാം. എന്നാലും ഞാൻ ഫൈജാസിനായിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? അടിപൊളിയല്ലേ? ഞാൻ പിന്നെ മോസിനെ വിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒന്ന് ഓഫർ ആദ്യം കൂടെ പറഞ്ഞു തുടങ്ങാം. നമുക്ക് സൈഡിൽ തന്നെ തുടങ്ങാം. ഇത് 38,000 ആയിരുന്നല്ലോ ഇതിന്റെ? 38,000 ആയിരുന്നു MRP. പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്, പ്രീമിയം ഫാബ്രിക് ആണ്. നമ്മൾ ഓഫർ പ്രൈസ് 24 ആണ്. 22,000 ആ റേഞ്ച് വരുന്നതാണ്. 14,900 അല്ലേ? 22 14,900 അല്ല, ഇത് സാധാരണ നോർമൽ ഫോം. അത് പോക്കറ്റഡ് സ്പ്രിംഗിലാണെങ്കിൽ ഒരു 19 രൂപയ്ക്ക് പോക്കറ്റഡ് സ്പ്രിംഗ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. അത് കസ്റ്റമർക്ക് വേണ്ട കളറിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊരു 16,500 വരുന്നത്. 16,500 അല്ലേ? ഈ റിക്ലൈനർ എന്താ വരുന്നത്? അടിപൊളി റിക്ലൈനർ ആണ്. റിക്ലൈനർ വിത്ത് റോക്കിംഗ് ആണ്. ഓക്കെ, എന്ത് വില ഉണ്ട്? 24 ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന്? ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇത് സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് വരുന്നത്. ഫുൾ പഞ്ചിങ് വർക്ക് വരുന്നുണ്ട്. 42 ആണ് ഇതിന്റെ പ്രൈസ്. 29 കൊടുക്കാൻ പറ്റിയത് കൊടുക്കാം. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള പ്രീമിയം സെറ്റ് ആണ് ഇത്. പ്രീമിയം അൾട്രാ പ്രീമിയം എന്ന് പറയാം. ഇവിടെ ഡ്രോ ഉണ്ട്. കോർണറിൽ ഒരു ഡ്രോ വരുന്നുണ്ട്. 85 പ്രൈസ് വരുന്നത്. 59 കൊടുക്കാം നെറ്റ് പ്രൈസ്. റിപ്പീറ്റ് ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത സാധനമാണ്. പ്രൈസ് 78 ആണ് വരുന്നത്. നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റം ചെയ്തിട്ട് ഇഷ്ടമുള്ള കളറിലോ അളവിലൊക്കെ നമുക്ക് വേണേൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഫാക്ടറിയിൽ നമുക്ക് പോയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. 32 ആണ് ഇത്. സൂപ്പർ സോഫ്റ്റ് ഫോം 22 കൊടുക്കാം. 22,000 രൂപ എൽ ഷേപ്പ് സോഫ കൊടുക്കാം. ഇതാവുമ്പോ പിന്നെ അത്ര കച്ചറായാലും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തത്. ഡിസൈൻ അങ്ങനെ വരുന്നത്. മെറ്റീരിയൽ അങ്ങനത്താണ്. ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. ഇതിന്റെ MRP പ്രൈസ് വരുന്നത് 38 ആണ്. നമുക്കൊരു 28 കൊടുക്കാം. കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് കളറിലും ഏത് ക്ലോത്തിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ സോഫ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇഷ്ടമാണ്. അത് നിങ്ങൾ വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്താൽ മതി. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇതെന്താ? ഇത് 35 ആണ്. 25,900 ഇട്ടത്. പോക്കറ്റഡ് സ്പ്രിംഗ് വെച്ചിട്ട് നല്ല ഹെവി ഹാൻഡിലൊക്കെ ആണ്. 25,900 പോക്കറ്റഡ് ആണോ? അത് പോക്കറ്റഡ് സ്പ്രിംഗ്. ഇത് കുറച്ച് വില ഉണ്ടാവുമല്ലോ ഇതിന്. 47 ആണ് MRP പ്രൈസ്. എത്ര എടുക്കണേ? 40 40 കൊടുക്കാം. ഓക്കെ, തേക്ക് ഇന്തോനേഷ്യ ഇമ്പോർട്ടഡാ. അത്യാവശ്യം വില ഉണ്ടാവില്ല അതിന്. 24 ഒക്കെ റേഞ്ചിലുള്ള ഒരു 20 അറേഞ്ച് കൊടുക്കുക പീസ്.
കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അത്രയും നല്ല റൗണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വുഡ് വേസ്റ്റ് വരും. ഇത് ഫോറസ്റ്റ് അക്കേഷ്യ. നമുക്കിതിപ്പോ പ്രൊഡക്ഷനിൽ പോളിഷ് ചെയ്യാതെ ഇതിന്റെ ഫ്രെയിം വേണേ കാണാം. ഒരു 15 വർഷമൊക്കെ വാറന്റി കൊടുക്കാം. വുഡിന് 35 ആണ് MRP. ഒരു 28 കൊടുക്കാം. ഇത് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം. ഓക്കെ, ഇതെന്താ വില വരുന്നത്? 79 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഓഫർ പ്രൈസ് എത്താണ്? 59 കൊടുക്കാം. ഹാൻഡിലൊക്കെ ഉണ്ടല്ലേ, അടി ബേസ് ഒക്കെ ഫുള്ള് വരുന്നത്. മരം അതാണ് ട്രീറ്റഡ് മാഗണിയാ. ട്രീറ്റഡ് മാഗണി. ഒന്ന് വില പറയാം ഇതിന്റെ. ഇത് പ്രൈസ് 22 ആണ് വരുന്നത്. ഒരു 18 രൂപ കൊടുക്കാം. 18 രൂപ കൊടുക്കാം. 2 സീറ്ററാ. ഇത് അൾട്രാ പ്രീമിയത്തിൽ വരുന്ന 311 സെറ്റ് ആയിട്ട് അടിക്കുന്നതാണ്. ഇതിപ്പോ ഒരു 3 സീറ്റർ 36 വരുന്നത് 24 കൊടുക്കാം. 24 പീസ് കേട്ടോ. ചെയ്യാൻ കഴിയില്ല, ഇത് വേറെ ചെയ്യാൻ പറ്റില്ല. 24 കോസ്റ്റ് നമുക്ക് ഇത് അടിക്കാൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഏറ്റവും നല്ല പ്രൈസിനായിട്ട് കൊടുക്കുക. ഇത് ക്ലിയറൻസ് ആണ്. ഇത് കാരണം ഇത് കഴിഞ്ഞാൽ ഇനി വേറെ ഉണ്ടാവില്ല. 35 ആണ്. 3 സീറ്ററിന് പ്രീമിയം ക്വാളിറ്റി. 22 കൊടുക്കൂലേ? 22 കൊടുക്കാം. ഓക്കെ. ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ ഇതിന്റെ മുകളിൽ പ്രൈസ് 28 ആണുള്ളത്. ഇതൊക്കെ എന്താ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള റേറ്റ് പറഞ്ഞു? 24 കൊടുക്കാം അല്ലേ? ഓക്കെ. ഇങ്ങനത്തെ വെറൈറ്റി സോഫകളാണ് നിങ്ങൾ നോക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും മൻഹ സോഫ മാളിലേക്ക് വരിക അല്ലേ? ഇത് നമുക്ക് സുൽത്താൻ ഇതൊരു സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം. പോക്കറ്റഡ് സ്പ്രിങ് സ്യൂഡ് ക്ലോത്ത് പ്രീമിയം ക്വാളിറ്റിയിൽ. ഓക്കെ. 42 ആണ് പ്രൈസ്. 22 കൊടുക്കാം. ഇതിന് കളർ ചേഞ്ച് ഒന്നുമില്ല. ഈ ഒരു പീസ് 22 അല്ലേ? 24,000 MRP ഉണ്ടായിരുന്നാണ്. 16,500 അല്ലേ? 16,500. പിന്നെ ഒരു 4 സീറ്റർ ആയിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരു 15 രൂപ 14 രൂപ കൊടുക്കാം. ഇതില്ലേ 4 സീറ്റർ സോഫ ഒരു ചെറിയ സൗകര്യം. 5 സീറ്റർ അല്ല, 4 സീറ്റർ ആണ്. വലിയൊരു സൈസാ. ലോഞ്ചർ സോഫ പ്രീമിയം ക്വാളിറ്റി. ബേസ് ഒക്കെ വുഡൻ ബേസ് ആട്ടോ വരുന്നത്. ലെഗ് കാര്യങ്ങളൊക്കെ വുഡിലാണ് വരുന്നത്. സൈസ് കൂടുതലാണ്. സാധാരണ സോഫയിൽ നിന്നും സൈസ് കൂടുതലാണ്. ഇതൊരു നല്ല പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല. നല്ല പ്രൈസിന് കൊടുക്കാം. പിന്നെ ബാക്ക് റക്രോണ വരുന്നത് 58 ആണ് ഇതിന്റെ പ്രൈസ്. ഓക്കെ. 35 കൊടുക്കാം. സ്പെഷ്യൽ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി 3 സീറ്റർ കൊടുക്കാം. നല്ല വർക്കുള്ള. എന്താ വില? 20,000. ഇത് റിക്ലൈനർ ഒന്നല്ലല്ലോ? ഇത് റിക്ലൈനർ അല്ല. ഇതിന്റെ ഒരു മെക്കാനിസം എങ്ങനെ TV കണ്ട് ഇതിന്റെ മേലെ ചാരി കയറിയിരിക്കാം. മേലെ കയറിയിരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്. അടിപൊളി. 22 കൊടുക്കാം. ഇങ്ങനെ സെറ്റ് ആയിട്ട് വരും നല്ലത്. സെറ്റ് ആയിട്ട് തന്നെ അല്ലേ? എന്ത് വില ഉണ്ടാവും? അൾട്രാ പ്രീമിയം ആണ്. ജെന്യൂൻ ലെതറാ. ജെന്യൂൻ ലെതറാണ്. 1.6 വരുന്നുണ്ട്. 1,06,000. 1,06,000. ജെന്യൂൻ ലെതർ വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് ജെന്യൂൻ ലെതർ നിങ്ങൾക്ക് ഫർണിച്ചർ വേണമെന്ന് 1 ലക്ഷം റുപ്യന്റെ മേലെ എന്തായാലും വരും. അല്ലെങ്കിൽ 1 ലക്ഷം ആ റേഞ്ച് അല്ല ഇതിന് വരിക. 4,000 5,000 പെർ മീറ്റർ ക്ലോത്തിന് വരുന്നുണ്ട്. വലിയ ഹാളിൽ പറയുകയാണെങ്കിൽ 10 ആൾക്കാർക്ക് ഇരിക്കാനുള്ള 10 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റ് 5, 3, 8, 2, 10. ഓക്കെ, അടിപൊളിയായിട്ടാണ്. ഇതൊക്കെ ഏത് കളറിലൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല? ഏത് കളറിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇതേ ഡിസൈനിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പ്രീമിയം ക്വാളിറ്റിയിൽ. ഓക്കെ. കുറച്ച് ഹൈറ്റ് ഉണ്ട്. ലെഗ് ഒക്കെ ഫുൾ വുഡൻ ബേസ് വരുന്ന കർവ് ചെയ്തിട്ട് സൈഡൊക്കെ 78 ആണ് ഇതിന്റെ MRP. അഡ്രസ് ഒക്കെ വർക്കിംഗ് ആണ്. ഓക്കെ. ഒപ്പം കൊടുക്കുന്ന പ്രൈസ് 47. അതൊക്കെ ആ റേഞ്ചിൽ വരുന്നതാണ്. 60 അതൊക്കെ ചെയ്ത് കൊടുക്കാം. റേറ്റ് മാക്സിമം ചെയ്ത് കൊടുക്കാം. സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം. എത്രയാണ് അതിന്റെ വില? ഇതിന്റെ പ്രൈസ് വരുന്നത് 55 ആണ്. 311 സെറ്റ്. അത് 33 കൊടുക്കാം. 33,000 രൂപയ്ക്ക് 311. ഇതൊരൊറ്റ പീസ് ആണല്ലോ കേട്ടോ. ഇത് പീസ് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കരുത്. സെറ്റ് ഒരു 6.5 ഇഞ്ച് ഇതാണ്. ഡ്രോ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ലോങ് സ്റ്റോറേജാ. ഓക്കെ. വലിയ സൗകര്യങ്ങളാണ്. 3 ഡോർ വാൾഡ്രോബ്, ഡ്രസ്സിംഗ് ടേബിൾ, സൈഡ് ബോക്സ്. നല്ലൊരു കളറാണ്. നല്ല സ്റ്റാൻഡേർഡ് കളറാണ്. ഓക്കെ. 38 ആണ് MRP. 27 27,500 27 രൂപ കൊടുക്കും. 27 രൂപ ആ റേഞ്ച് കൊടുക്കാൻ പറ്റില്ല. ഇതിന്റെ എല്ലാ കളേഴ്സും ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. 34,000 രൂപ 3 ഡോർ വാൾഡ്രോബ്, ഡ്രസ്സിംഗ്, ക്യൂൻ സൈസ് കട്ടില്, സൈഡ് ബോക്സ്. 23,000 രൂപയ്ക്ക് ഫുൾ റൂം സെറ്റ്. ഇത് അൾട്രാ പ്രീമിയത്തിൽ വരുന്ന ഫുള്ള് കർവിങ് വരുന്ന 2 സീറ്റർ ലക്ഷറീസ് ആണ്. 42 ആണ് പ്രൈസ് വരുന്നതാണ്. 24 രൂപ കൊടുക്കും. അതേപോലെ വേറെ 2 സീറ്റർ ഇതാ. നമ്മൾ നേരത്തെ കണ്ടതിന്റെ അതിന്റെ കൂടെ പറ്റും. അതേ സെയിം സാധനം 29 17 രൂപയ്ക്ക്. ഇതൊക്കെ സാധാരണ അതല്ലോ, നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന അതിന്റെ മെറ്റീരിയൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ലെതറാണ്. റൂമിലേക്ക് പോകുന്ന റൂം സെറ്റിലേക്ക് 14,900 7,900. 14,500 വരുന്നതിന് ഇപ്പൊ 7,900 വരുന്നത്. സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഇതെന്താ വില വരുന്നത്? 75. കസ്റ്റമൈസ് ഇഷ്ടമുള്ള കളറിൽ ചെയ്ത് കൊടുക്കാം. പ്രൈസ് 75. 2 സൈഡ് റിക്ലൈനർ വരും. പ്രൈസ് എന്താ ചെയ്ത് കൊടുക്കാം? കുറച്ച് കൂടിയായിട്ടാണ് ഇത്. അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ വേറെ ഇതെന്താ ഓഫർ ഇട്ടിക്കണല്ലോ അല്ലേ? ഇത് 52. ഇത് അതിന്റെ 3 സീറ്റർ നല്ല സൈസ് വരുന്നതാണ്. 33 33,000 രൂപ കൊടുക്കാം. 33,000 രൂപ കിട്ടാം. ഈ ഐറ്റം
52 നിങ്ങൾ എവിടെ വേണം നോക്കിയോളി. ഇതിന്റെ പ്രൈസ് ഈ 33 പ്രൈസ് മാത്രമല്ല സാധനത്തിന് വന്ന് നോക്കിയോളി നിങ്ങൾ. 47,000 MRP വരുന്ന സാധനമാണ്. 29,500 വെക്കുന്നത്. നല്ല ഡിസൈൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏത് കളേഴ്സിലാണെങ്കിലും ചെയ്ത് കൊടുക്കാം. 3+1 ഇത് മാത്രമല്ല, അവിടെ 2 കേട്ടോ. അങ്ങനെയാണ് ഐറ്റം വരുന്നത്. റിക്ലൈനർ മോട്ടറൈസ്ഡ് ആണ്. മോട്ടറൈസ്ഡ് ആണ്. വൺ സൈഡ് മോട്ടറൈസ്ഡ്, വൺ സൈഡ് മാനുവൽ ആയിട്ട് വരുന്നത്. ഈ സൈഡ് മാനുവൽ ആണ് അല്ലേ? മാനുവൽ ആണ്. റൈറ്റ് സൈഡ് മോട്ടറൈസ്ഡ് ആണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 5 സീറ്റർ. ഇതിൽ സീറ്റ് കൂട്ടാൻ കുറയ്ക്കാനൊക്കെ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. നമ്മളെ കാറിലൊക്കെ മറിച്ചിടുന്ന മാതിരി അല്ലേ? ഇതിൽ കളേഴ്സ് ഒക്കെ എന്ത് ചെയ്ത് കൊടുക്കാം അല്ലേ? ഏത് കളറും ചെയ്യാം. 45 MRP വന്നിരുന്നല്ലേ? 45 നല്ല ക്വാളിറ്റി ഉള്ള റെക്സിൻ വെച്ചിട്ടുള്ള 22,000 ക്ലിയറൻസിൽ അല്ലേ? 22. ഇതൊക്കെ കൊടുത്തുവിടുക. ക്ലിയറൻസ് ചെയ്തോണ്ട് കൊടുത്തുവിടുക. കാലിയൊക്കെയാണ് കൊടുത്താളം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈസിന്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാക്സിമം ഒക്കെ എന്തായാലും നിങ്ങൾക്ക് എവിടെ കിട്ടണ കാട്ടിയും നല്ല വില കുറച്ച് തരും. നല്ല പ്രീമിയം ക്വാളിറ്റി സാധനം കൊടുക്കും. പ്രീമിയം ക്വാളിറ്റി സാധനം തന്നെ. സെക്കൻഡ് എവിടെ അന്വേഷിച്ചോടെ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊരു അതുപോലെ തന്നെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. ഇതാണ് റോസ് വുഡ് ആണല്ലോ അല്ലേ? റോസ് വുഡ് ആണ്. റോസ് വുഡിൽ ഒരു വെറൈറ്റി സോഫാണ്. ഇതിന് അത്യാവശ്യം വിലയുണ്ടാവും. റോസ് വുഡ് 1.19 വരുന്നുണ്ട്. ടീപ്പോ എടുക്കും. 1 ലക്ഷം റുപ്യന്റെ മേലെ വരുന്ന ഐറ്റം അല്ലേ? വരുന്നുണ്ട്. ടീപ്പോ ഉണ്ടാവും. 3+1 അല്ലേ? ഇതാണ് അതിന്റെ ഡിസൈൻ. ഇതിന് വില കൂടാൻ കാരണം അത് ഇങ്ങനെയാണ് ഇതിന്റെ പണികളൊക്കെ വരുന്നത്. ഈ ആർച്ചായിട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ റോസ് വുഡ് വില കൂടും. പിന്നെ റോസ് വുഡിന് പൊതുവെ വിലയും കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ വേണ്ട സിറ്റ് ഔട്ട് ബെഞ്ചുകൾ, സോഫകളൊക്കെ തേക്കിന്റെ 3 സീറ്റ് ബെഞ്ച്. അത് തേക്കിന്റെ 3 സീറ്റ് ബെഞ്ച് നല്ല ഹൈറ്റ് ഉള്ള ബാക്ക് ചാരൊക്കെ വരുന്ന 7,500 5,500. ഒന്ന് കാണിച്ചു കൊടുക്ക്. 5,500 അല്ലേ? ടീക്കൂട്ട് 7,500 ഇതൊക്കെ 4,900. 3 സീറ്റ് ഇത് പുതിയ ഒന്നാണല്ലോ അല്ലേ? കുഷ്യൻ ടൈപ്പ്. അത് സെറ്റ് ആയിട്ട് പോകുന്ന സോഫ 311 ആയിട്ട് പോണം. ഇതെന്താ വില ഉണ്ട്? ഈ നല്ല വില ഉണ്ടാവുമല്ലോ. ഇതെന്താ വില ഉണ്ട്? അത് 7,000 രൂപ കൊടുക്കും. 7,000 കൊടുക്കാം. ഇത് ബെഡ്റൂമിലൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ട്. അതെന്താണ് വില വരുന്നത്? 16 റുപ്യനാണ്. 12,000 രൂപ കൊടുക്കുക. 12,000 തേക്കില്. തേക്കാണ്. എന്താ വെച്ചാൽ കുഷ്യൻ മൂവ് ചെയ്യാം. എടുത്ത് മാറ്റാൻ പറ്റില്ല. 5,500 2,500 രൂപക്കാണ് സിംഗിൾ സീറ്റ് സോഫ കൊടുക്കുന്നത്. ഇതൊക്കെ 2,500 ഒരുപാട് പീസ് ഉണ്ടായിരുന്നു. നല്ല പ്രീമിയം ക്വാളിറ്റി HR ഏതാണ് മരം? തേക്കാ. ഫുൾ തേക്കില്. ഫുൾ തേക്ക്. എന്ത് വില കൊടുക്കാൻ പറ്റും? 29 രൂപയാണ് ഇതിന്റെ പ്രൈസ്. 20,000 രൂപ കൊടുക്കുക. 20,000 രൂപയ്ക്ക് പ്രീമിയം ക്ലോത്ത് വെച്ചിട്ട് ഫുൾ തേക്കില്. ബഡ്ജറ്റ് ടൈപ്പ്. ഇതൊക്കെ ഒരു 20 റേഞ്ച് വരുന്നതാണ്. 16 രൂപയ്ക്ക് 311 കസ്റ്റമൈസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളറിൽ സൈഡ് ഡിസൈൻ ഒക്കെ മാറ്റി കൊടുക്കും. ഇത് എത്രയാണ്? ഇത് ഒന്നും കൂടി ഇതിന്റെ കൂടെ ഉണ്ടല്ലോ. 5 സീറ്റ് 16 രൂപന്റെ 13,900. 13,900. പിന്നെ അത് ഇതും 5 സീറ്റ് അല്ലേ? 10,900 ഓഫറിൽ 10,900 നമ്മൾ കണ്ട ഐറ്റം. അതെ, സെയിം സാധനം അല്ലേ? ഇത് 13,700. ഇതൊക്കെ 5 സീറ്റ് ആട്ടോ. അതെങ്ങനെ വരുന്നത്? 5 സീറ്റ് ഫോറസ്റ്റ് അക്കേഷ്യ 10 ഇയർ വാറന്റി കൊടുക്കാൻ വീട്ടിന്. അത് കുറച്ച് മാറിയിട്ടുള്ള ജൂട്ടൊക്കെ മാറ്റി HR മാറി കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്താണല്ലേ? എന്ത് വില കൊടുക്കാൻ പറ്റുക? 24,500 കൊടുക്കാം. 24 മരം ഫുൾ തേക്കില്. ചില ആളുകൾക്ക് വുഡൻ സോഫ വേണ്ടി ഇരിക്കാൻ കംഫർട്ടും വേണം. ഞങ്ങൾ ആളുകൾക്ക് ഇത് പോക്കറ്റ് സ്പ്രിംഗ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇപ്പൊ ICNC അല്ലെങ്കിൽ ഓർക്കിഡിലൊക്കെ വരുന്ന സമയത്ത് കുഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഫുൾ കവർ സോഫന്റെ അതേമായിട്ടുള്ള സീറ്റിംഗ് ആക്കും. പോക്കറ്റ് സ്പ്രിംഗ് 24,000 രൂപയ്ക്ക്. ആൾക്കാർ നല്ല വില കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ വില കുറച്ചിട്ടുണ്ടോ? വില 16,000 രൂപ കൊടുക്കാം. 16,000 രൂപയ്ക്ക് അക്കേഷ്യ. നല്ല ഫിനിഷിംഗില്, നല്ല ക്വാളിറ്റി, തേക്കിന്റെ അതേ ഫിനിഷിംഗില് സ്പ്രേ ഫിനിഷിംഗ് ചെയ്തത്. ഇതിന്റെ അടിയിൽ CNC വരുന്നുണ്ട്. ബാക്ക് ചാര് കുറച്ച് ഹൈറ്റ് ഉണ്ട്. HR ക്ലോത്ത് ആണ് വരുന്നത്. 24 റേറ്റ് ഒക്കെ എന്താ ചെയ്ത് കൊടുക്കാൻ അക്കേഷ്യ ഫുൾ വാറന്റി. നമ്മൾ നേരത്തെ കണ്ട സെയിം സാധനം തന്നെ. ഓർക്കിഡിന്റെ ചെറിയ ഡിസൈൻ വ്യത്യാസമുണ്ടല്ലേ? ദിവാങ്കോട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട്. HR ക്ലോത്തിൽ 1 സൈഡ് 3,900 കൊടുക്കാം. ഈ സാധനങ്ങളെല്ലാം 3,900. എന്താ വില? പിന്നെ വില അറിയാനാണ് വില പിന്നെ കുറച്ച്. എത്ര വില? ഇതൊക്കെ എന്ത് വില കൊടുക്കാൻ പറ്റും? നിങ്ങളെ വില പറഞ്ഞോളി. 9,500 രൂപ കൊടുക്കും. ഫുൾ തേക്കില്. കപ്പ് ഹോൾഡർ, സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള സാധനം 9,500 രൂപ. 9,500 കൊടുക്കാൻ പറ്റും. ബെസ്റ്റ് പ്രൈസ്. അതില്ലാതെ നോർമൽ ആണെങ്കിൽ 8,500 കൊടുക്കാം. 8,500 ഫുൾ തേക്കില്. എത്രയും കൊടുത്തൂടെ? കൊടുക്കാം. ക്ലിയറൻസ് ഒന്നുമല്ലല്ലോ. സാധനം സ്റ്റോക്കിൽ ചെറിയ ടൈം വരെ അടിച്ചു കൊടുക്കാനല്ലേ. എത്ര സമയം വേണ്ടി വരും? ഒരു 10 ദിവസം. 10 ദിവസം. ഇനിയിപ്പോ വേണമെന്നുണ്ട് ഇവിടെ സാധനം സ്റ്റോക്ക് തീർന്നാൽ ഒരു 10 ദിവസം സമയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 9,500 ഇത് 9,500 ഇത് 8,500. മാട്രസുകൾ ഒരുപാട് മാട്രസ് ബൈ വൺ ഗെറ്റ് വൺ ഉള്ളുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ കൊടുക്കുന്നുണ്ട്. മാട്രസിന് എന്ത് വില ഉണ്ടാവും? റേഞ്ച് തിക്നെസ് ഉള്ള യൂറോ ടോപ്പ്. റേഞ്ച് ആണ് പറയാ 4+3 ആണ്. ഇത് അഡീഷണൽ ആയിട്ട് ചെയ്യണം നമ്മള്. 3 കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരുന്ന. അപ്പൊ 7 കൂടുതലുണ്ടാവും. 16,975 ബൈ വൺ ഗെറ്റ് വൺ കൊടുക്കാം. ആണല്ലേ?
പ്രീമിയം എക്സ്ട്രാ നമ്മൾ പറഞ്ഞു ചെയ്യിക്കുന്ന വാഷബിൾ നല്ല പില്ലോസ് ഉണ്ടാവും ഇതിന്റെ കൂടെ. ഓക്കെ, ഇതൊന്നും വാങ്ങിയിട്ട് ഇതിന്റെ കൂടെ ഒന്നുകൂടി ഇതേമാതിരി തന്നെ കൊടുക്കും. സെയിം കൊടുക്കാം. അതേമാതിരി സ്പ്രിംഗിലാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അഡ്രസ് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് എവിടെയും പ്രൈസ് അന്വേഷിച്ചോടെ അതിനാൾ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, എവിടെ കിട്ടുന്നതിനാട്ടി എവിടെ കിട്ടുന്ന ആൾ റേറ്റ് കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് 4-5 കൊടുത്തു ഇനി 2500 രൂപ കൊടുക്കാം. 2500 രൂപ കൊടുക്കും. ആടട്ടെ, എല്ലാവരും ആടട്ടെ. ഇതൊരു അടിപൊളി ഐറ്റം ആണല്ലോ. അത് പുതിയ ട്രെൻഡിങ്ങിൽ ഓടുന്ന സാധനമാണല്ലോ. സ്റ്റൂള് സോഫന്റെ അടുത്തൊക്കെ പോകുന്ന ഇടാൻ പറ്റുന്ന എന്താ വില ആയിരുന്നേ? MRP 3,900, 2,500 കൊടുക്കാം. 2,500 കൊടുക്കാം. 2,500 രൂപ ഹെവി ഐറ്റം. എന്താ വില? 65 65,000 രൂപ. 65,000 നേരെ 35,000 മാറ്റി. 35,000 മാറി. ബെസ്റ്റ് ആട്ടോ. ഇതൊക്കെ ക്ലിയറൻസ് ആണോ അല്ലെങ്കിൽ ഉണ്ടാവോ? ഇതൊക്കെ ക്ലിയറൻസ് ആണ്. എന്താ വില? അവിടെ കുഷൻ ഇട്ട് കൊടുക്കണം അല്ലേ? കുഷൻ ഓക്കെ, മറഞ്ഞു വേലി ഇങ്ങനെ ഇരിക്കാനല്ലേ? ഇതിനെന്താ വില ഉള്ളത്? ഇതിന് വില 20,000 രൂപ വരുന്നതാണ്. 16,000 രൂപ കൊടുക്കാം. സ്റ്റാൻഡ് ഫ്രെയിം ഒക്കെ അടക്കം. അപ്പൊ ബജാജ് ഫിനാൻസ് ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ EMI കൊടുക്കാൻ പറ്റും. ഈ ഡിസൈൻ ഹാൻഡിലിന്റെ ഒക്കെ സൈസ് കണ്ടില്ലേ? നല്ല ഹെവി ആയിട്ട് ചെയ്താ. ഓക്കെ, ഇതിന് ഗണേശ എന്നാ പറയുന്നത് അല്ലേ? ഗണേശ. ഓക്കെ, ഈ ഡിസൈൻ 7 സീറ്റർ വരാ. 3211. അതിന്റെ കൂടെ ഇത് വലിയ 2 ചെറിയ സൈഡ് ടേബിളും 2 സെന്റർ ടേബിളും. പറ വില പറ. വില 2,29 കഴിഞ്ഞിട്ട് പ്രൈസ്. 1,89 ആണ് നമ്മൾ ഓഫറിൽ കൊടുക്കാൻ വിചാരിച്ചത്. 1,69 കൊണ്ടിക്കോട്ടെ. 7 സീറ്റർ 2 സൈഡ് ടേബിൾ, ഒരു ഡൈനിങ് ടേബിൾ പോലത്തെ ടീപ്പ്. 17,500 റേറ്റ്. ഇത് റൂഫ് ഉള്ളതിന് ഒരു 15 രൂപ റേഞ്ച് കൊടുക്കും. റൂഫ് ഉള്ളത്. റൂഫ് ഇല്ലാത്തത് 10,000. ചെറിയ കുട്ടിയെ കാണുന്നതാണെങ്കിൽ 7,000 രൂപയുള്ളൂ സ്റ്റാർട്ടിങ്. ഔട്ട്ഡോർ ചേഴ്സാ. ഔട്ട്ഡോറിലേക്ക് പോകണം. മെറ്റലിൽ വരുന്നതാണ്. മെറ്റൽ വരുന്ന അതേമാതിരി തന്നെ സിറ്റ് ഔട്ട് ബെഞ്ച് വരുന്നുണ്ട്. 4,900 കൊടുക്കും. 4,900. നല്ല ഹെവി വെയിറ്റ് അത്. കൗണ്ടർ ടേബിൾ 3 ചെയറും ഇത് സെറ്റ് ആയിട്ട് വരുന്നത്. ഇതാണോ എന്താ വില കൊടുക്കാൻ പറ്റുന്നത്? അതിന്റെ പ്രൈസ് 32,000 ആണ്. 3 ചെയറും ടേബിളും കൂടി 22,900. 22,900. ഓക്കെ, 7 സീറ്റർ ഇന്ത്യനേഷ്യൻ തേക്ക്. ഒരു ടീപ്പോയി 1 1 2 3 78,000 രൂപയാണ് പ്രൈസ്. 59 രൂപ കൊടുക്കാം. 5,900. 59. ഇത് കൊടുക്കും. ഒരു 32 രൂപ. 32 രൂപ കൊടുക്കാം. ഓക്കെ, പ്രീമിയം ആണ് ഇത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ബ്ലാക്ക്. ബ്ലാക്ക് നമ്മളവിടെ മേലെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബ്ലാക്ക് ആണുള്ളത്. ഇത് കെയിനല്ല ഫൈബറിലാണുള്ളത്. 3,600 വരുന്നുണ്ട്. 3,600 വരുന്നുണ്ട്. ഇതിപ്പോ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന അതേ സെറ്റപ്പ് തന്നെ നമ്മള് റെഡിമെയ്ഡ് ഫർണിച്ചർ ആയിട്ട് ചെയ്യുന്നതാണ്. ഡോറൊക്കെ വരുന്നത് MDF ആണ്. പാർട്ടിക്കിൾ ബോർഡ് വുഡ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് ഇത്. 2 സൈഡിലും കോഡ് ബോക്സ് ഉണ്ട് അല്ലേ? 85 ആണ് ബെഡ്റൂം സെറ്റിന് മൊത്തമായിട്ട് വരുന്ന പ്രൈസ്. ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കാം. സ്പെഷ്യൽ പ്രൈസ്. ചെറിയൊരു 4 സീറ്റർ ഡൈനിങ് സെറ്റ്. അത് 15,000 രൂപ റേറ്റ് വരുന്നത്. അത് പകുതി പൈസ കൊടുക്കാം. 7,500 രൂപ. ചെറിയ ഫാമിലിക്കാണെങ്കിൽ ചെറിയൊരു കിച്ചണിലൊക്കെ ഇട്ടിട്ട് 4 ആൾക്ക് സുഖമായിട്ട് ചെയറും ടേബിളും ഫുൾ സെറ്റ് 7,500 രൂപ. 8 സീറ്റർ ഡൈനിങ് സെറ്റ് വലിയ 3.5. ഇത് ഫുൾ സെറ്റാ? ഫുൾ സെറ്റ്. എത്ര? 6-8 ചെയർ അല്ലേ? 8 ചെയറും 4 വലിയ ടേബിളും ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ്. ഓക്കെ, 1,19 പ്രൈസ് വരുന്നതാണ്. ഓക്കെ, 84 രൂപ കൊടുക്കും. ഏകദേശം 10 രൂപയോളം ഒരു പീസ് ചെയറിന് വരുന്ന. അങ്ങനെ വരുമ്പോ 80 രൂപ ചെയറിന് പ്രൈസ് കണ്ടോ? ഇതാണ് ചെയർ. അത്യാവശ്യം വെയിറ്റ് അല്ല, നല്ല വീതിയുള്ള ചെയറാണ് വരുന്നത്. നല്ല ഹെവി ചെയറാണ്. ഇതെല്ലാം കൂടി വരുന്നത് 84,000 രൂപ. ഫുൾ ഡൈനിങ് ടേബിൾ ആണ്. ഡൈനിങ് ടേബിൾ ബെഡ്റൂം സെറ്റ് ഇതൊക്കെ അവിടെ ചെയ്തിരിക്കുന്നല്ലേ? ഡൈനിങ് ടേബിള് അതേ മാർബിൾ ടോപ്പിലല്ല, ഒരുപാട് വെറൈറ്റീസ് അതേമാതിരി ചെയറുകൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല, നിങ്ങൾക്ക് അത്യാവശ്യം തെരഞ്ഞെടുക്കാൻ പറ്റിയ ഒരുപാട് പ്രീമിയം ക്വാളിറ്റി നമ്മൾ അഫോർഡബിൾ പ്രൈസിന് കൊടുക്കാൻ പറ്റും. അതാണ് ഫിനിഷിംഗ്. നല്ല പ്രീമിയം ക്വാളിറ്റി, ഒരു നല്ല റേറ്റ്. ഇതൊക്കെ എന്താ വില കൊടുക്കാൻ പറ്റുന്ന? 5,800 6,000 ആണ് പ്രൈസ്. 4,000 രൂപ കൊടുക്കുക. ഇഷ്ടമുള്ള കളർ അടിച്ചു. 6,300 വലിയ ടേബിൾ 6,300. 19,000 ഡബിൾ ഒട്ടിച്ചിട്ട്. ഈ ചെയറിന് എന്തായി പറഞ്ഞത്? ഈ ചെയറൊക്കെ എത്ര വിലക്ക? അത് 7,500 രൂപന്റെ ചെയറാണ്. 5,500 കൊടുക്കുന്നത്. 5,500 ഇതുവരെ പ്രൈസ് കൊടുത്തിട്ടില്ല. നല്ല പക്ക ഫിനിഷിംഗ് ഉള്ള ട്രീറ്റഡ് മഹാഗണിയാണ്. 5,500 അല്ലേ? പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഇത്. കെയിന് വെച്ചിട്ടാണ് ഇതിന്റെ ഫിനിഷിങ്. ഇത് സെയിം തീമിലാണ് ഇതിന്റെ കളർ പാറ്റേൺ ഒക്കെ വരുന്നത്. ഇത് ചില ആളുകൾക്ക് വരാ കുഷ്യനിലാണ് താല്പര്യം ഉണ്ടാവുക. കുഷ്യനിലാണെങ്കിൽ ഇതേ സാധനം തന്നെ നമുക്ക് കുഷ്യനിൽ ചെയ്ത് കൊടുക്കാം. ഈ ടേബിളിന് സെറ്റാക്കി വെച്ച് അതിന്റെ ടോപ്പ് വേണമെങ്കിൽ നമുക്ക് വുഡ് ചെയ്യാം, മാർബിൾ ടോപ്പ് ചെയ്യാം, അതേപോലെ ഗ്ലാസ് ടോപ്പിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് മലേഷ്യൻ സാധനം. 1,30 വരുന്നത്. 8 സീറ്റർ ടേബിള്, ഇമ്പോർട്ടഡ് ടേബിള്, നല്ല ടോപ്പൊക്കെ വെച്ചിട്ട് 89,000 രൂപ കൊടുക്കാം നമുക്ക്. 89,000. 8 സീറ്റ്. ചെയറിന്റെ പൈസ ടേബിളും ചെയറും കൂടി ഒന്നിച്ച് കൊടുക്കാം. അതാ ചെയർ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ സെറ്റ് ഒക്കെ എടുക്കാണ്ട് നേരെ വന്ന് വാങ്ങിച്ചോളൂ. ഒറ്റ പീസ് കൊടുത്തു. അതിൽ നല്ല ഹെവി തേക്കില്
ഫുൾ വുഡ്, പ്ലൈവുഡും കാര്യമൊന്നുമല്ല, ഫുൾ വുഡില് ചെയ്തല്ലേ. എന്താ വില വരുന്നത്? 26 ഒക്കെ വരുന്ന 20 റേഞ്ചിൽ കൊടുക്കാം. 20 റുപ്യ ലോ ഫ്ലോർ ടൈപ്പ് ഫുൾ ടീക്ക് വുഡില്. ഇതെന്ത് വില കൊടുക്കാൻ പറ്റൂ? ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള വില പറഞ്ഞോ? കട്ടില് 35 റുപ്യ ഒരു 30,000 രൂപ കൊടുക്കാം. തേക്ക് 30,000 രൂപ ഇമ്പോർട്ടഡ് തേക്കിൽ വരുന്ന UV ഇതേ പാറ്റേണിൽ എന്ത് ചെയ്യാം, വാൾഡ്രോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ്. ഇതെന്താ വില കൊടുക്കാൻ പറ്റുക? ഇത് 25 ആണ്. 22 റേഞ്ചിൽ കൊടുക്കാം അല്ലേ? ഇഷ്ടമുള്ള കളറിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഇതിൽ നമുക്ക് കുഷന്റെ കളർ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവന്മാരൊക്കെ നല്ല ഫിനിഷിംഗിൽ ചട്ടും ഫ്രെയിം ആയിട്ട് ചെയ്യാറ്. മരത്തിന്റെ ആണി മാത്രമാണ് വെക്കുന്നത്. ആ ഫിനിഷിംഗിൽ 27 റുപ്യ വരുന്നതാണ്. 24 കൊടുക്കുന്നത്. ഇതേതാ മരം? 24 നിലല്ലേ? ഈ ഷോറൂം എടുക്കുന്ന 4 നിലയിലായിട്ടുള്ള. ഇനിയുള്ളത് നമ്മൾ താഴത്ത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാം. ഇത് മഹാഗണിന്റെ ചെയറാണിത്, കുഷ്യൻ ചെയർ. അത്യാവശ്യം നല്ല സൈസ് ഒക്കെ വരുന്നതാണ്. അത്യാവശ്യം വീതിയുള്ള ആൾക്കാർക്ക് ഇരുന്നിട്ടും ഇത്ര സ്ഥലം ബാക്കിയുണ്ട്. ഓക്കെ, പറഞ്ഞോ വില പറഞ്ഞോ? 5,500 8 പീസ് ഉണ്ട്. 2,500 രൂപ കൊടുക്കാം. മാർബിൾ ടോപ്പ് 16,900 ടേബിളിന് റേറ്റ് ഉള്ള 9,900 കൊടുക്കാം. 9,900 വീ ടേബിൾ ഇപ്പൊ സ്ഥിരമായിട്ട് പോകുന്ന 9,900 മാർബിൾ ടോപ്പ് 6 സീറ്റർ ഡൈനിങ് ടേബിൾ. 6 സീറ്റർ ഡൈനിങ് ടേബിൾ എവിടെ കിട്ടുക? നിങ്ങളൊന്ന് അറിയിക്കാം കേട്ടോ. ഈ ചെയറിനാണ് എന്ത് വില ഉണ്ടാവും? ചെയർ 2,000 രൂപ പീസിന് വരുന്ന ഗ്യാരണ്ടി ഉള്ള ചെയറാ. ഈ ചെയർ 6 ചെയർ എടുക്കും 18,000 രൂപ സെറ്റ് കൊടുക്കാം. മൊത്തമായിട്ട് 18,000 രൂപയ്ക്ക്. സെപ്പറേറ്റ് ആണ് എടുക്കാൻ എത്ര വരുന്നത്? 1,350 രൂപ ചെയർ കൊടുക്കാം. 1,350 രൂപ ചെയർ അല്ലേ? 6 സീറ്റർ ആണ്. 8 ആൾക്ക് വരെ ഇരിക്കാൻ പറ്റും. 6.3 സൈസ് വരുന്നത്. 8 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള. 21-22 ഒക്കെ റേഞ്ച് നല്ല ഹെവി ടോപ്പ് വെച്ചിട്ട് 16,000 രൂപയ്ക്ക് 15,900 15,900 കൊടുക്കും. ടേബിൾ കൊടുക്കാം. ടേബിൾ കൊടുക്കും. ചെയറിന് എന്തെങ്കിലും ചെയർ നമ്മള് റേറ്റ് പറഞ്ഞാണ് 5,800 6,000 രൂപ 4,000 രൂപയ്ക്ക് 4,000 കൊടുക്കും. അതേപോലെ നമ്മൾ ഇതിന് വേണമെങ്കിൽ വുഡൻ ചെയർ 1,350 ചെയർ വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. 10 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാം. 4 ചെയർ അവിടെ ഇടാം. 4 8 2 സൈഡ് വലിയ ടേബിൾ ആണ്. വലിയ ടേബിൾ. സൈസ് വരിക A4 സൈസ് വരുന്നത്. 84,000 രൂപ 8 ചെയർ എടുക്കുക. അതിന്റെ പ്രൈസ് ഇപ്പൊ ഓഫർ പ്രൈസിൽ നമുക്ക് വരുന്നത് 54 രൂപ. 54 രൂപയ്ക്ക് 8 ചെയറും ചെയർ ഇട്ടത്. അതാ ചെയർ കാണിച്ചതാ. ചെയർ ഇതുപോലെ കുഷൻ ചെയ്തിട്ടുള്ള ചെയറാണ്. ഈ ചെയറും ഈ ടേബിളും കൂടി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ടേബിളിന്റെ ലെഗ് വരുന്നത് മാൻകാലായിട്ടല്ലേ. ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരാണ്. കോഴിക്കോട് നിന്ന് മാവൂർ റോഡിലേക്ക് വരുമ്പോൾ കുറ്റിക്കാട്ടൂർ ടൗൺ എത്തുമ്പോൾ ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം സോഫ മാൾ. മോസിനെ വാ ഒരു മിനിറ്റ്. അപ്പൊ അവിടെ മോസിൻ 100 ഞാൻ പറഞ്ഞ 100 സാറല്ലേ? ഇവർ മെയിൻ ആയിട്ട് ഇവിടെ ഉണ്ടാവും. മോസിനുണ്ടാവും, 100 ഉണ്ടാവും, അതേമാതിരി വൈജാസ് ഉണ്ടാവും. അപ്പൊ ഏറ്റവും നല്ല പ്രൈസ് തരും. നിങ്ങളൊന്ന് വന്ന് നോക്കുക. നിങ്ങൾ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് നിങ്ങൾ വരെ പ്രൈസും വരെ സർവീസും എല്ലാം കണ്ട് ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ ഇവരെ പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഞാനും പയാസും കൂടെ ഒന്ന് അവിടെ പോകുന്നു. അപ്പൊ ഓക്കെ, ശരി. നല്ല സ്റ്റാർട്ടിങ് ഫ്രെയിം ഇവിടുന്നാണ് അടിച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക്. അടിപൊളി ഏരിയ ആണല്ലേ? ഇതൊരു ഡൈനിങ് ടേബിളിന്റെ പ്രൊഡക്ഷനാണ്. ഇത് ബെൻഡ് ചെയ്ത് വരുന്ന സാധനമൊക്കെ വലിയ ഹെവി ബീമിന് പോകുന്നത് വളച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. കസ്റ്റം ചെയ്തിട്ട് നമ്മൾ ഏത് മോഡൽ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഡിസൈൻ ആണ് ചെയ്ത് കൊടുക്കുക? ഇതൊരു ബോക്സ് ടൈപ്പ് കട്ടിലിന്റെ ഫ്രെയിമാണ്. ഇത് ഹെഡ് ബോർഡ് പുഷ് ചെയ്തിട്ട് ഫേസ് ഇങ്ങനെ ഉണ്ടാവാം. അതിന്റെ ഹെഡ് ബോർഡല്ലേ? ഈ കട്ടിലിന്റെ ഹെഡാണ് ഇത് വരുന്നത്. ഹെഡ് ഡിസൈൻ ഒക്കെ കൊത്തിയിട്ട് കർവ് ചെയ്തിട്ട് കൊത്തുപണി ഇവിടെ നടക്കുന്നത്. ഇവിടെ കെയിന് പിൻ ചെയ്യുന്നത് ഇപ്പൊ അതൊരു ട്രെൻഡ് ആണല്ലോ. ഇന്റീരിയർ വർക്കിലൊക്കെ നാച്ചുറൽ ഒറിജിനൽ കെയിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബേസ് കുഷൻ വരും. അത് വർക്ക് കഴിഞ്ഞിട്ട് ഫ്രെയിം ഇങ്ങനെ ആയിട്ട് വരും. ഇതിനുശേഷം പോളിഷിങ് കഴിയും. അതിനുശേഷം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നമ്മൾ കുഷൻ ചെയ്യും. പേപ്പർ ചെയ്ത് ഫുൾ ഫിനിഷിംഗ് ആക്കിയിട്ട് സീലർ ഫിനിഷിംഗിലേക്ക് വിടും. സീലർ ഫിനിഷിംഗിലെത്തും. സീലർ ഫിനിഷിംഗ് ചെയ്തതിനു ശേഷം വീണ്ടും പേപ്പർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്പ്രേ ബൂത്ത് ഉണ്ട്, പെയിന്റിംഗ് ബൂത്ത്. ഇവിടുന്നല്ല പണികളൊക്കെ കള്ളത്തരം നടക്കാന്ന് പറയുന്ന സ്ഥലമല്ലേ? ഒരു കള്ളത്തരം ഇല്ല. മരങ്ങളൊക്കെ ഫ്രെയിം എന്തെങ്കിലും കാണാം. അല്ല, പൊതുവെ കളവ് നടക്കലെന്ന് പറയാറുണ്ട്. അല്ല, അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഫാക്ടറി വന്ന് സന്ദർശിച്ച് സാധനം നോക്കിയിട്ട് എടുത്താൽ മതി. അതില്ലേ, പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാണാം. ഓരോ സെക്ഷൻ ആയിട്ടാണ് അവിടെ പണി നടക്കുന്നത്. അടുത്ത സെക്ഷൻ പോളിഷിങ്, പെയിന്റിംഗ് ബൂത്തില്ലേ. ഇതെന്താണ് ചേച്ചാ നേരത്തെ കണ്ട് ഉണ്ടാക്കിയേക്കണത് ഈ സാധനം? ഇത് ടേബിളിന്റെ ഫ്രെയിം. അത് 2 സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിൽ അതിന് മുകളിലാണ് മാർബിൾ ടോപ്പ് അതിന് വരുന്നല്ലേ? സ്പ്രേ അടിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ബേസ് കോട്ടാണ്, ഫസ്റ്റ് കോട്ടാണ്.
അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. അടിപൊളിയായിരിക്കും. ഇതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചാലേ ഇതൊക്കെ കഴിഞ്ഞല്ലേ ഒക്കെ വർക്ക് കഴിഞ്ഞ സമയത്ത് മതി പെട്ടെന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബൾബ് ഇട്ടിട്ട് ഹീറ്റ് ആക്കുന്നത്. അവന്റെ വർക്ക് മെയിൻ ആയിട്ട് നടക്കുന്നത് പക്ഷേ ഇതിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നത്. ഇതിന്റെ ബെൽറ്റ് ഒക്കെ കണ്ടില്ല, നല്ല ഹെവി സ്ട്രോങ്ങിലാണ്. ഒന്നും സംഭവിക്കില്ല. ഇതിന്റെ മേലെ വരുന്നതാണ് ഇതിന്റെ ഇന്നർ വരുന്നതാണ് പോക്കറ്റഡ് സ്പ്രിങ്. ഇതിന്റെ മുകളിൽ സൂപ്പർ സോഫ്റ്റ് ഫോം. ഇവിടെയാണ് സ്റ്റിച്ചിങ് നടക്കുന്നത്. സ്റ്റിച്ചിങ് നടക്കുന്നല്ലേ. ചെയർ പ്രൊഡക്ഷൻ ഇവിടെ ഡൈനിങ് മെയിൻ ആയിട്ടല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഐറ്റത്തിൽ പെട്ട ഒരു ഐറ്റം അല്ലേ? ബെൽറ്റ് ചെയ്ത് കളർ ചേഞ്ച് ഒരു സെക്ഷൻ ആയിട്ട് അതിന്റെ ബേസ് ഫസ്റ്റ് വർക്ക് ചെയ്യും, പിന്നെ ഇതിന്റെ ലെഗ് ഇതിൽ ഫിക്സ് ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ ഈ ലെവലിൽ പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് വിടുള്ളൂ അല്ലേ. എല്ലാ പരിപാടിയും ഇതിന്റെ അകത്ത് നടക്കണം. അപ്പൊ എത്ര വേണമെങ്കിലും സാധനം കൊടുക്കാൻ പറ്റൂലേ. ഇഷ്ടം പോലെ സാധനം റെഡി സ്റ്റോക്കിലുണ്ട്. ചെയർ കാര്യങ്ങൾ സോഫ ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഫുൾ റെഡിയിലാണ്. അപ്പൊ സ്റ്റോക്കിന്റെ കാര്യത്തിലൊന്നും ആർക്കും പേടി വേണ്ട. ഇഷ്ടം പോലെ സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഫുൾ അടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. എല്ലാം പണി കഴിഞ്ഞാൽ ഫുൾ വർക്ക് ഫിനിഷിങ് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ആളുകൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കളർ പറ്റിയില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടാവില്ല. സോഫ ഏത് കളർ വേണമെങ്കിലും ഏത് കളർ ക്ലോത്ത് നമ്മളടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ടാവും.